ഹായ്, ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സെഷനാണ്. നിങ്ങൾ ആദ്യത്തെ 2 സെഷൻസും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോസ് രണ്ടും കണ്ടതിന് ശേഷം മാത്രമേ ഈ മൂന്നാമത്തെ ഒരു വീഡിയോ കാണാവൂ. കാരണം എന്ന് പറഞ്ഞാൽ ആ 2 വീഡിയോയും കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാലേ മൂന്നാമത്തെ വീഡിയോ എന്താണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് പോകുന്നത്. ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ്. മൈൻഡ് സെറ്റ് എന്താണെന്നും മൈൻഡ് സെറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നും ഞാൻ പറഞ്ഞു. അപ്പം മൂന്നാമത്തെ മൈൻഡ് സെറ്റിന് ആദ്യം മൈൻഡ് സെറ്റ് റിവിഷൻ നമുക്ക് ചെയ്യാം. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും സ്ഥിരമായ രീതിയാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആവാം, നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആവാം. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ്, ഡിസിഷൻ, ആക്ഷൻസ്, റിസൾട്ട്സ് ആണ്. സോ നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ഡിസിഷൻസ്, നെഗറ്റീവ് ആക്ഷൻസ് ആൻഡ് നെഗറ്റീവ് റിസൾട്ട്സ് ആണ്. സോ 3 ടൈപ്സ് ഓഫ് മൈൻഡ് സെറ്റ്സ് ആണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇൻഡിവിജ്വൽ മൈൻഡ് സെറ്റ്, ബിസിനസ് മൈൻഡ് സെറ്റ് ആൻഡ് ഫ്രീഡം മൈൻഡ് സെറ്റ്. ഇതിനകത്ത് ഇൻഡിവിജ്വൽ മൈൻഡ് സെറ്റ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്നും ആ ഒരു ഇൻഡിവിജ്വൽ മൈൻഡ് സെറ്റിനെ എന്തൊക്കെയാണ് നമ്മൾ റിക്കവർ ചെയ്യേണ്ടതെന്നും സ്വിച്ചിങ് വേർഡ്സ് എന്താണെന്നും ഫസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. സെക്കൻഡ് വീഡിയോയിൽ ബിസിനസ് മൈൻഡ് സെറ്റ് എന്താണെന്ന്, അതായത് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു ഓൺടർപ്രണറായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബിൽ നിന്നും മൈൻഡ് സെറ്റിലോട്ട് ബിസിനസ് മൈൻഡ് സെറ്റിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പലതരത്തിലുള്ള ബിസിനസ് മൈൻഡ് സെറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാമെന്നും സ്വിച്ചിങ് വേർഡ്സിനെ പറ്റിയിട്ട് പറഞ്ഞത്. പിന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ മൈൻഡ് സെറ്റിലോട്ട് പോവുകയാണ്. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, ദാറ്റ് ഈസ് ഫ്രീഡം മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത്. ഈ ഫ്രീഡം മൈൻഡ് സെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? നമ്മുടെ ഡിസിഷൻസ് എല്ലാം നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ സമയമായിരിക്കാം, നമ്മുടെ പണമായിരിക്കാം, നമ്മുടെ ഡിസിഷൻസ് ആയിരിക്കാം, നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ സന്തോഷമായിരിക്കാം, ഇതെല്ലാം നമ്മുടെ മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ ഓൾ അണ്ടർ മൈ കൺട്രോൾ എന്ന നിലപാടാണ്. അതായത് ഫ്രീഡത്തിനാണ് ആളുകൾ ജീവിക്കുന്നത് തന്നെ. എല്ലാവരും പറയും എനിക്ക് ടൈം ഫ്രീഡം വേണം, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എനിക്ക് അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം വേണം. സോ നമുക്കെല്ലാം ഉണ്ട്, എവറിത്തിങ് അവൈലബിൾ ആണ്. എന്നാൽ ആ ഫ്രീഡം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അതിൽ മാത്രമാണ് ഒരു ചെറിയൊരു വ്യത്യാസം. അപ്പം ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നമ്മുടേതായ തീരുമാനങ്ങളാണ്. അതുപോലെ നമ്മുടേതായ സമയമാണ്, നമ്മുടേതായ പണമാണ്, നമ്മുടേതായ ജോലിയാണ്, നമ്മുടേതായ സന്തോഷമാണ്, നമ്മുടേതായ എല്ലാം നമുക്കുള്ളതാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഫ്രീഡം മൈൻഡ് സെറ്റ്. ഈ ഫ്രീഡം മൈൻഡ് സെറ്റിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഡിഫറെൻറ്റ് എന്താണെന്ന് നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് സ്ലേവ് മൈൻഡ് സെറ്റ് ആണ്. അതായത് സ്ലേവ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്കൊരു ജോലിയുണ്ട്, നമ്മൾ സേഫാണ്, നമ്മൾ ബോസ് പറയുന്നത് മാത്രം നമ്മൾ ഫോളോ ചെയ്ത് പോവുക. സോ ഇതാണ് നമ്മുടെ ഒരു സ്ലേവ് മൈൻഡ് സെറ്റായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഫ്രീഡം മൈൻഡ് സെറ്റിനകത്ത് നമുക്കൊരിക്കലും ഫ്രീഡം കിട്ടാത്തൊരു മൈൻഡ് സെറ്റാണ് നമ്മുടെ സ്ലേവ് മൈൻഡ് സെറ്റ്. അതായത് നമുക്കൊരു എല്ലാവരും ചോദിക്കുമല്ലോ, നമ്മൾ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കെന്ത് ജോലി കിട്ടിയില്ലേ, നിനക്കെന്ത് ജോലി കിട്ടിയില്ലേ, മറ്റേ അപ്പുറത്ത് അവന് ജോലി കിട്ടി, മറ്റേ അപ്പുറത്ത് അവൾക്ക് ജോലി കിട്ടി, അവിടെ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. അപ്പോൾ നമ്മളെന്ന് പറയും എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുന്നു. സോ ആ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്നത് നല്ലതാണോ തെറ്റാണെന്നല്ല പറയുന്നത്. കാരണം ഞാനൊരു എംപ്ലോയി തന്നെയാണ്. എന്നാലും നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ഒരു സ്ലേവ് മൈൻഡ് സെറ്റാണ്. നമ്മുടെ ഇതെന്താണ്, നമുക്ക് മാസം മാസം സാലറി കിട്ടും, നമ്മൾ സേഫാണ്, നമ്മുടെ EMIs എല്ലാം അടഞ്ഞു പോവും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അതെല്ലാം, നമുക്ക് ഫോൺ ബില്ല്, നമുക്ക് റെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് മാസം മാസം അടയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ജോലിയും സേഫാണ്, നമ്മൾ പറഞ്ഞു വിടുന്നവരെ നമ്മൾ സേഫാണ് എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിനകത്ത് പോകുന്നത്. സോ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മൈൻഡ് സെറ്റാണ്. സോ സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ട്, എനിക്കിനി ബിസിനസ്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, അത് ഞാൻ സക്സസ് ആവോ ഫെയിൽ ആവോ, എങ്ങനെയുള്ള റിസ്ക്കാണ് നമ്മുടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി മൈൻഡ് സെറ്റ്, നമ്മളവിടെ ബ്ലോക്കാണ് ചെയ്യുന്നത്. സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ബ്ലോക്ക് മൈൻഡ് സെറ്റാണ് അതിനകത്ത് വരുന്നത്. ഇത് എനിക്ക് കിട്ടുന്ന സാലറി മതി, എനിക്കിതിനപ്പുറം കൂടുതലായിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ തടയിടുന്നതിനെയാണ് നമ്മൾ സെക്യൂരിറ്റി മൈൻഡ് സെറ്റായിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്രീഡം മൈൻഡ് സെറ്റാണ്. സോ ഫ്രീഡം മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ഒരു സിസ്റ്റമുണ്ട്, എനിക്ക് എൻ്റെ ടൈം എൻ്റെ കൈകളിലാണ് എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ് ഫ്രീഡം മൈൻഡ് സെറ്റായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ഫ്രീഡം മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന സിസ്റ്റം നമുക്കുണ്ടായിരിക്കും, നമുക്ക് ടൈം ഉണ്ടായിരിക്കും, മറ്റുള്ളവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് ടീം ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ഫ്രീഡം മൈൻഡ് സെറ്റായിട്ട് പറയുന്നത്.
ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രീഡം മൈൻഡ് സെറ്റിനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് വേണ്ടത് അവയർനെസ് ആണ്. അതായത് നമ്മൾ സ്ലേവ് മൈൻഡ് സെറ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. സ്ലേവ് മൈൻഡ് സെറ്റ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നുള്ളൊരു നമുക്കൊരു ടെസ്റ്റ് വരുന്നുണ്ട്. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ആദ്യം അവെയർ ചെയ്യുക, ഞാൻ ഏത് തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് എന്നുള്ള കാര്യം അവെയർ ചെയ്യുക. നിങ്ങൾ സ്ലേവ് മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലോട്ട് സെറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ആക്ഷനാണ്. അതായത് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ലേവ് മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള നെക്സ്റ്റ് സൈഡ് ഹസിൽസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മൂന്നാമതായിട്ട് വന്നൊരു അഫർമേഷനാണ്. അതായത് ഐ ഓൺ മൈ ടൈം ആൻഡ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്. അതായത് നമുക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സമയം നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ സമയം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനോട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളെപ്പോഴും പറയും നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല, ഏത് സമയം നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് 24 hours നമുക്ക് നല്ല രീതിക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ഇനഫാണ്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ക്രിപ്റ്റും ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ നന്ദി പ്രകടിപ്പിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പോലെ നമ്മൾ ലെറ്റേഴ്സ് ഫ്യൂച്ചർ സെൽഫിൽ ലെറ്റർ എഴുതും. സോ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടി ലെറ്റർ എഴുതണമെങ്കിൽ നമ്മൾ പ്രസൻറ്റിൽ വേണം ലെറ്റർ എഴുതാനായിട്ട്. അതായത് നമുക്കത് കിട്ടിയതായിട്ടും നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ ഫ്യൂച്ചറിലത്തേക്കായിരിക്കും ആ ഒരു സ്ക്രിപ്റ്റിംഗ് വരുന്നതെങ്കിലും പ്രസൻറ്റ് ടെൻസിൽ വേണം നമ്മളത് എഴുതാനായിട്ട്. അതായത് ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ എന്താണോ അതാണ്. നമുക്ക് സ്ക്രിപ്റ്റിംഗ് എഴുതുന്നത് എങ്ങനെയാണ്, അതിന് യൂസ് ചെയ്യേണ്ട വേർഡ്സ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോഴ്സിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഞാനൊരു സിമ്പിളായിട്ട് പറയും, എനിക്ക് എൻ്റെ സമയം പ്ലസ് പണം പ്ലസ് ഹെൽത്ത് എല്ലാം ഫ്രീ ആണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിക്കുള്ള സ്ക്രിപ്റ്റ്സുകൾ നമ്മൾ എഴുതുക. അപ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റ്സുകൾ എഴുതിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ ഒരു സ്ക്രിപ്റ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം നമ്മൾ അറ്റൈൻ ചെയ്യുന്നവരെ ആ സ്ക്രിപ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നുകിൽ ഒരു ദിവസം മാത്രം എഴുതാം, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ആ ടെംപ്ലേറ്റ് അനുസരിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഇങ്ങനെ എഴുതിയാലും യൂസ്ഫുള്ളാണ്. ഇൻ കേസ് നമുക്കത് എഴുതാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കൽ എഴുതിയിട്ടെങ്കിലും നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അതായത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുതാൻ, നമ്മുടെ ഹാൻഡും നമ്മുടെ ബ്രെയിനും ഭയങ്കര കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എഴുതാനായിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ എന്താണ് സ്വിച്ചിങ് വേർഡ്സ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു തരാം. നമ്മുടെ സ്വിച്ചിങ് വേർഡ്സ് പറയുന്നത് റൈസ്, ഡിവൈൻ, ഫ്രീഡം എന്ന് 108 ടൈംസ് നമ്മൾ പറയാം. റൈസ്, ഡിവൈൻ, ഫ്രീഡം, 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 റൈസ്, ഡിവൈൻ, ഫ്രീഡം. സോ ഇത് നിങ്ങൾ 108 ടൈംസ് എങ്കിലും നിങ്ങൾ പറയാനായിട്ട് നോക്കുക. ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്വിച്ചിങ് വേർഡ്സും കൂടി നിങ്ങൾ ഇട്ട് ക്ലബ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും നിങ്ങൾ ഏത് സെറ്റിൽ, ഇപ്പം ഏത് ഇൻഡിവിജ്വൽ മൈൻഡ് സെറ്റാണോ നിങ്ങൾക്ക് മാറ്റാനുള്ളത്, അത് ഗ്രോത്ത് ബിസിനസ് മൈൻഡ് സെറ്റിലോട്ടാണോ നിങ്ങൾക്ക് എത്താനുള്ളത്, അതോ ഫ്രീഡം മൈൻഡ് സെറ്റിലാണോ എത്താനുള്ളത്, ഈ 3 മൈൻഡ് സെറ്റിനകത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ സ്വിച്ചിങ് വേർഡ്സും സ്ക്രിപ്റ്റും എഴുതുക. ഇത് എങ്ങനെയാണ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് എത്തുക. കമ്മ്യൂണിറ്റിയിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വെബിനാർസും ക്ലാസ്സസൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോഴ്സ്, പെയ്ഡ് ആയിട്ടുള്ള കോഴ്സും പെയ്ഡ് അല്ലാത്ത കോഴ്സസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിലായിരിക്കും, ഗ്രോത്ത് മൈൻഡ് സെറ്റിലായിരിക്കും. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്കൊരു റിച്ച് മൈൻഡ് സെറ്റിലോട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. ഈ 3 മൈൻഡ് സെറ്റിനകത്ത് ഏത് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്നുള്ള, ഇൻഡിവിജ്വൽ മൈൻഡ് സെറ്റാണോ, ബിസിനസ് മൈൻഡ് സെറ്റാണോ, അതോ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫ്രീഡം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് എത്തുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.